ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെങ്ങനെ വൈകുന്നേരത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്കും മഴയും തണുപ്പും കാര്യമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് എപ്പോഴും തന്നെ വിശപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞു മാഗി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാഗി വാങ്ങിച്ചു ഈപ്പിയുടെ നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറൈറ്റി ആയിട്ട് കുറച്ച് മുട്ടയും സവാളയും ക്യാപ്സിക്കും ഒക്കെ ഇട്ടൊരു വെറൈറ്റി ആയിട്ടൊരു സംഭവമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പൊട്ടിച്ചൊരു പാത്രത്തിലോട്ട് ആക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ മാഗി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മാഗി വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മാഗി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് മസാലകളൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ 2 മാഗിയും വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് അതിനുശേഷം ഞാനിതാ ആ പാൻ തന്നെയാണ് ഞാനൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുവേണമെങ്കിൽ ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലോട്ട് ഒരു കുഞ്ഞു സവാള ഉണ്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും, ക്യാപ്സിക്കം, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒത്തിരി വാടിയൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയാവും. ഇതിലോട്ട് കുറച്ച് ഉപ്പിടാം കേട്ടോ, കുറച്ച് മതി. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ട് ഇത്തിരി പൊടി ഒന്ന് ചേർക്കാം കേട്ടോ. ഇതിലോട്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് മാത്രം തന്നെയുണ്ട്. പിന്നെ നമ്മുടെ മാഗിയിൽ കിട്ടുന്നില്ലേ ആ പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മാഗിയിലുള്ള മസാല കൂട്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി അതിലോട്ട് ഞാൻ 3 മുട്ടയൊന്ന് പൊട്ടിച്ചൊന്ന് ഒഴിക്കുകയാണ്. അങ്ങനെ 3 മുട്ടയും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ വേവിച്ച് വെച്ചിരിക്കുന്ന മാഗിയും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നൂഡിൽസും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി ഒന്ന് എടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം കേട്ടോ. കുറച്ച് തക്കാളി സോസ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഈ നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് പാത്രത്തിലോട്ടൊന്ന് മാറ്റി ഒരു ചെറിയൊരു ഡെക്കറേറ്റൊക്കെ ചെയ്തെടുത്ത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാനല്ല കേട്ടോ എന്നാൽ ടേസ്റ്റ് ചെയ്യുന്നത് മോളാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ നൂഡിൽസ്? അടിപൊളി. മോൾക്ക് ഒത്തിരി ഇഷ്ടമായ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ രീതി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.